ഇത് തന്നെയായിരിക്കും, ഈ മോഡൽ തന്നെയായിരിക്കും, ഈ പാറ്റേണിൽ തന്നെയായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ നിങ്ങളോട് ഫസ്റ്റ് കൂൾ ഓഫ് ടൈം നിങ്ങൾ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ ആൻസറുകൾ ഓർത്തെടുക്കാനും അതുപോലെ തന്നെ ഏത് ആൻസറാണ് എഴുതേണ്ടത്, ഏതാണ് ഒഴിവാക്കുന്നത്, ഓപ്ഷൻ തന്നിട്ടുള്ളതിൽ ഒഴിവാക്കേണ്ടത് ഏതാണ് എന്നുള്ളത് നിങ്ങൾ നോക്കണം. എന്നിട്ടാണ് നിങ്ങൾ ആൻസർ എഴുതാൻ തുടങ്ങേണ്ടത്. അപ്പോൾ കൂൾ ഓഫ് ടൈം നന്നായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്തായാലും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഏതൊരു എക്സാമിലും നമ്മുടെ കൂൾ ഓഫ് ടൈമിൽ മൊത്തം ക്വസ്റ്റ്യൻസ് ഒന്ന് ഓടിച്ചിട്ട് വായിച്ച് പോവുക. അതിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ടിക്ക് ചെയ്യുക, പെട്ടെന്ന് ഇങ്ങനെ ടിക്ക് ചെയ്ത് പോവുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ ഇപ്പോൾ ഒന്നാമത്തെ എഴുതാൻ പറ്റും, ടിക്ക് ചെയ്യാം. ഒന്നാമത്തെ എഴുതാൻ പറ്റുമെങ്കിൽ ടിക്ക് ചെയ്യാം. ദെൻ രണ്ടാമത്തെ എഴുതാൻ കഴിയില്ല, ഒന്ന് റൗണ്ട് ചെയ്യുക, പിന്നീട് വരുന്ന സമയത്ത് സെക്കൻഡ് റീഡിങ്ങിൻ്റെ സമയത്ത് നോക്കാം മൂന്നാമത്തെ. അപ്പോൾ അങ്ങനെ നോക്കി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഏതാണ് എഴുതേണ്ടത് എന്നുള്ള ഒരു ഇതുണ്ടാവും, സമയം എന്തുണ്ടാവും, ഇഷ്ടം പോലെ കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹിസ്റ്ററിയിൽ ഇങ്ങനെ ആയിരിക്കും. ഫസ്റ്റ് ഒരു മാച്ച് ദ ഫോളോയിങ്സ് ഉണ്ടാവും, പിന്നെ ഒരു 4 മാർക്കിന് വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതായത് MCQs ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ഒരു ഉത്തരത്തിന് 4 ഓപ്ഷൻസ് തന്നിട്ട് ശരിയായത് കണ്ടെത്തുക എന്നുള്ളത്. അത് ശ്രദ്ധിക്കേണ്ടത് ഏകദേശം 6 ചോദ്യങ്ങളിൽ നിന്ന് 4 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. അത് മാത്രം എഴുതിയാൽ മതി. 4 എണ്ണം മാത്രമേ അവർ നോക്കുകയുള്ളൂ. ആദ്യം എഴുതിയ 4 എണ്ണം ആയിരിക്കും അവർ നോക്കുക, പിന്നീട് എഴുതുന്നത് നോക്കൂല. അപ്പോൾ അധികം എഴുതി വെച്ചിട്ട് അധികം മാർക്ക് കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് 2 മുതൽ 7 വരെയുള്ള ചോദ്യങ്ങളിൽ ഏറ്റവും നിങ്ങൾക്ക് അറിയുന്ന 4 എണ്ണം എഴുതിയാൽ മതി. ഓക്കെ, ഏറെ എഴുതി വെച്ചിട്ട് പിന്നെയുള്ളത് ക്രൊണോളജിക്കൽ ഓർഡറാണ്. ഇത് എല്ലാ ക്വസ്റ്റ്യനിലുണ്ടും. അതിൻ്റെ ഒരു പ്രത്യേക വീഡിയോ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, ഒന്നും കൂടി ഷെയർ ചെയ്യാം. പിന്നെ മാപ്പ്, ഇങ്ങനെ 16 മാർക്കാണ് ഫസ്റ്റ് സെക്ഷനും. 4 4 4 4 മാച്ച് ഫോളോയിങ്സ് അടക്കം 16 മാർക്കിനായിരിക്കും ഫസ്റ്റത്തെ സെഷൻ. ഈ 16ൽ 16 മാർക്കും നമ്മൾ എന്ത് ചെയ്യണം, വാങ്ങണം. ഒന്നും പോലും മിസ്സാക്കരുത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ചേരുംപടിയാണ്. ചേരുംപടി നമുക്കറിയാം, ആദ്യം അറിയുന്നത് ചെയ്യുക, ബാക്കിയുള്ളത് നമുക്ക് പതിയെ നമുക്ക് എന്ത് ചെയ്യും, കിട്ടി തുടങ്ങും എന്നുള്ളതാണ്. ഇതിൽ അറിയുന്ന ഏതെങ്കിലും ഉണ്ടോ, നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ വായനയിലൊക്കെ വന്നിട്ടുള്ളത് നമ്മൾ പറഞ്ഞിട്ടുള്ള ഏരിയാസൊക്കെ ഉണ്ട്. ആൾവാസ്, നാനാസ്, ഗുരു നാനക്ക്, മീരാബായ്. 4000 നളൈര്യ ദിവ്യ പ്രബന്ധം എന്നുള്ള അത് ആൾവാസിൻ്റെ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മീരാബായിസിന് നമുക്ക് പറയാം ഭജനകൾ, അവർ ഭജനകൾ പാടിയിട്ടായിരുന്നു നടന്നിരുന്നത്. അപ്പോൾ മീരാബായി ഭജനാസ്. ദെൻ നയനാമാൻസ് തേവാരാണ്, ശിവനെ ഓക്കെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഇതാണ് കേട്ടോ. അതായത് ശിവനെ പ്രകീർത്തിച്ച് പാടുന്ന പാട്ടുകളാണ് തേവാരം എന്നുള്ളത്. അപ്പോൾ ഇതിൽ മാറിപ്പോരുത്, ആഴ്വാരന്മാർ ഒന്നും കൂടി ഉറപ്പ് വരുത്തണം. ആഴ്വാർ വൈഷ്ണവരാണോ ശിവനാണോ എന്നുള്ളത് മാറിപ്പോരുത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷനായിട്ട് നിങ്ങളോട് ആൾവാസിനെ കുറിച്ച് എഴുതാൻ പറയുന്ന സമയത്ത് നിങ്ങൾ മാറ്റി എഴുതിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റിടും. അപ്പോൾ അത് ഉറപ്പിക്കണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾവാസ് ആരെയാണ്, ശിവഭക്തനാണോ അതല്ല അല്ലെ ശിവനാണോ, ശിവനും പിന്നെ അതായിരുന്നു വിഷ്ണു, വൈഷ്ണവ ഭക്തനാണോ എന്നുള്ളത്. ഗുരു നാനാക്ക് അല്ലേ, ഗുരു ഗ്രന്ഥ സാഹിബിലുള്ള വചനങ്ങളെയാണ് ഷബാദ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഗുരു നാനാക്ക് ഷബാദ്, ഇങ്ങനെയായിരുന്നു ആൻസറുകൾ. ഓക്കെ, ദെൻ മാച്ച് ഓഫ് ഫോളോവിങ്സ് അതായിരുന്നെങ്കിൽ ഇതിൽ ഏറ്റവും 2 മുതൽ 7 നിങ്ങൾക്ക് ഇതെഴുതാം അല്ലേ, അറിയുന്നതാണ്. മൂന്നാമത്തെ ആദ്യമായിട്ട് സ്വർണ്ണ നാണയം പുറത്തിറക്കിയത് ആരാണ്, കുഷാനന്മാരാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. റിഹില എഴുതിയിട്ടുള്ളതും നമുക്ക് എഴുതാൻ പറ്റും, അതാരാണ്, ഇബ്നു ബത്തൂത്തയുടെ ഗ്രന്ഥമാണ് എന്ന് എഴുതാം. ഓക്കെ, ഇനി മുഗൾ കാലഘട്ടത്തിലെ നികുതി നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ വിട്ടുപോവുക അല്ലേ. ദെൻ മുഗൾ സാമ്രാജ്യത്തിലെ മുഗൾ ഭരണാധികാരിയായിട്ടുള്ള അക്ബർ പണി കഴിപ്പിച്ചൊരു തലസ്ഥാനം. ഇതൊക്കെയാണ് ഇത് സിമ്പിളായിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ പാഠത്തു നിന്നാണ് ഫസ്റ്റത്തെ ചോദ്യം വന്നിട്ടുള്ളത്, കനാലുകൾ. എല്ലാ ചോദ്യത്തിൻ്റെയും തുടക്കം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ പാഠത്തിൻ്റെ ഓർഡറിലനുസരിച്ചാണ് ചോദ്യങ്ങൾ വരുന്നത്. ഒന്നാമത്തെ പാഠം, രണ്ടാമത്തെ പാഠം, മൂന്നാമത്തെ പാഠം. കനാലുകളുടെ അവശിഷ്ടം കണ്ടിട്ടുള്ളത് ഷോർട്ട് ഗായ് ആണ്. ഷോർട്ട് ഗായ് കിടക്കുന്ന അഫ്ഗാനിലാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. അഫ്ഗാനിലാണ് ഷോർട്ട് ഗായ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ സൈറ്റ് ഏതാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ സൈറ്റ് ഏതാണ്, ദെൻ എന്താണ് നമ്മുടെ പാകിസ്ഥാനിലുള്ള സൈറ്റ് ഏതാണ്, അഫ്ഗാനിസ്ഥാനിലുള്ള ഏക സൈറ്റാണ് ഷോർട്ട് ഗായ്. ഷോർട്ട് ഗായിലാണ് കനാലുകൾ കണ്ടിട്ടുള്ളത്. ഓക്കെ,
ദെൻ ലോത്തൽ കിടക്കുന്നത് ഇന്ത്യയിലാണ്, പോർട്ട് സിറ്റിയാണ്. അപ്പോൾ ചോദ്യം വരാം, ഇന്ത്യയിലെ പോർട്ട് സിറ്റി എവിടെയാണെന്നുള്ളത്. മോഹൻജദാരയിൽ നിന്നാണ് കൂടുതൽ ആൾക്കാർ ശവശരീരങ്ങൾ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അസ്ഥികൂടങ്ങൾ കിട്ടിയിട്ടില്ല, അത് പാകിസ്ഥാനിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ദെൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഓക്കെ. ദെൻ കഴിഞ്ഞ വർഷം മാപ്പിൽ ചോദിച്ചിട്ടുള്ള 1857 റിവോൾട്ട് ആണെങ്കിൽ ഇപ്രാവശ്യം നിങ്ങൾ 1857 റിവോൾട്ട് നോക്കണം. അതേപോലെ തന്നെ മാപ്പിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതേപോലെ നോക്കേണ്ടതാണ്. ആരപ്പൻ സൈറ്റുകൾ എന്തായാലും നോക്കുക, ആരപ്പൻ സൈറ്റ് ഒന്ന് നോക്കാം, നിർബന്ധമായിട്ട് നോക്കേണ്ട ആരപ്പൻ സൈറ്റ് ഒന്ന് നോക്കാം. പിന്നെ മഹാജനപദാസ്, ദെൻ ബുദ്ധിസ്റ്റ് സൈറ്റുകൾ, ഇത് മൂന്നെണ്ണത്തിലേതെങ്കിലും, ഈ മൂന്നിലേതെങ്കിലും ആയിരിക്കും വരിക. അപ്പോൾ അത് എന്തായാലും നോക്കിയിട്ട് പോവാം. ഓക്കെ. മുഗൾ കാലഘട്ടത്തിൽ നികുതി നിശ്ചയിക്കുന്ന തുക, അതായത് ഒരു പ്രദേശത്തിൻ്റെ നികുതി നിശ്ചയിക്കുന്ന തുക എന്നറിയപ്പെടുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, കോളത്തിൽ കൊടുത്തിട്ടുണ്ട്, പേജ് നമ്പർ ഓർമ്മയില്ല, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് നോക്കിയാൽ ജമ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ. മുഗൾ ഭരണാധികാരിയായിട്ടുള്ള അക്ബർ പണി കഴിപ്പിച്ചിട്ടുള്ള നഗരം, തലസ്ഥാന നഗരം ഫത്തേപൂർ സിക്രിയാണ്. ഫത്തേപൂർ സിക്രി ഇതൊക്കെ ടെക്സ്റ്റിലുള്ളതാണ് കേട്ടോ. ബംഗാൾ സൈന്യത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഏതാണ്? ഔദ്. നമ്മൾ മറ്റുള്ള കാര്യത്തിൽ ഔദാണ് സൈനിക സഹായ വ്യവസ്ഥയിൽ രാജ്യം നഷ്ടപ്പെട്ട അത് അല്ലേ, നവാബ് വാജിദ് അലി ഷായുടെ അധികാരം നഷ്ടപ്പെട്ട സ്ഥലമാണ് ഔദ് എന്നുള്ളത്. അപ്പോൾ ഔദിന് പ്രത്യേകത ഉണ്ട്. ഓക്കെ. ദെൻ അടുത്തത് ക്രോണോളജിക്കൽ ഓർഡറാണ്. ക്രോണോളജിക്കൽ ഓർഡർ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒന്നില്ലെങ്കിൽ കേരള ഹിസ്റ്ററിയാണ് ഇത്, അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരമായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇത് ചോദിച്ചതുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ ചമ്പാരൻ എന്നാണ് വന്നത്, ചമ്പാരൻ സത്യാഗ്രഹം എന്തായിരുന്നു, ഖേദ എന്നായിരുന്നു, ദെൻ അഹമ്മദാബാദ് എന്നായിരുന്നു എന്നുള്ള ആ ഓർഡർ നോക്കുക. അതും നമ്മൾ ഈ മെറ്റീരിയലിൻ്റെ ഏറ്റവും അടിയിൽ, നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ അടിയിൽ ക്രോണോളജിക്കൽ ഓർഡർ ഉണ്ട്, മാറ്റ് ഫോളോയിങ്സ് ഒക്കെ ഉണ്ട്. ഒന്ന് നോക്കി പോവുക. ക്രോണോളജിയുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒന്ന് ലോജിക്കലി ആ വീഡിയോ ഒന്ന് കാണാം, ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ക്രോണോളജി വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഡേറ്റുകൾ, അറിയുന്ന ഇയറുകൾ എഴുതുക എന്നുള്ളത്, അറിയുന്ന ഇയർ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അറിയുന്ന ഏത് ഇയർ ഇല്ലെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഏതായിരിക്കും ആദ്യം എന്നുള്ളത്. ഇപ്പോൾ വൈക്കം സത്യാഗ്രഹം ഈ അടുത്ത് കഴിഞ്ഞ, അതായത് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാമത്തെ വർഷമായിരുന്നു 1924-25 വൈക്കം സത്യാഗ്രഹം എന്നുള്ളത്. ഞാൻ ഇത് എഴുതി പോണേ. കുണ്ടറ വിളംബരം 1809 ആണ്, 1809 കേരളം ആധുനികതയിലേക്ക് എന്നുള്ള ലാസ്റ്റത്തെ 2 പാഠത്തു നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. പഴശ്ശി സമരം 1793 പഴശ്ശി സമരം ഉണ്ടായിട്ടുള്ളത്. കുറിച്യാർ കലാപം നിങ്ങൾ നോക്കുക, കുണ്ടറ വിളംബരം കഴിഞ്ഞതിന് ശേഷമാണ് കുറിച്യാർ കലാപം ഉണ്ടായിട്ടുള്ളത്. 1812 ഓക്കെ, 1812. അപ്പോൾ കുണ്ടറ കുറിച്യാർ എന്നുള്ളത് അടുത്തടുത്ത് നടന്നിട്ടുള്ള ഇതാണ്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നടന്നിട്ടുള്ളത് പഴശ്ശി സമരമാണ്, രണ്ടാമത് നടന്നിട്ടുള്ള കുണ്ടറ വിളംബരമാണ്, മൂന്നാമത് നടന്നിട്ടുള്ള കുറിച്യാർ ആണ്, നാലാമതാണ് വൈക്കം സത്യാഗ്രഹം. ഈ ഓർഡറിൽ എഴുതിയാലാണ് 4 മാർക്ക് കിട്ടുക. അപ്പോൾ ഇപ്രാവശ്യം നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കേണ്ടത് ഞാൻ പറയുന്നു, മഹാത്മാഗാന്ധി ആ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാഠത്തിലെ കാര്യങ്ങളാണ്. ഓക്കെ, പാഠത്തിലെ കാര്യങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത്, നിർബന്ധമായിട്ട് അത് നോക്കാം. അതിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്നത് ഇപ്രാവശ്യം നിങ്ങൾ നോക്കേണ്ടത് ഈ വൈക്കം സത്യാഗ്രഹം ചോദിക്കാം, ദെൻ ഗുരുവായൂർ സത്യാഗ്രഹം ചോദിക്കാം, ദെൻ ക്വിറ്റ് ഇന്ത്യ സമരം ചോദിക്കാം. ഓക്കെ, ഇതിൻ്റെയൊക്കെ ഇയറുകൾ ഒന്ന് നോക്കി വെക്കാം. അപ്പോൾ ഇതിൽ ഇവിടെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഓർത്ത് വെക്കാനുള്ളത് ഗാന്ധിയുടെ സമരങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മിനിറ്റ്, ഗാന്ധിയുടെ സമരങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഓക്കെ, ചമ്പാരന് 1917 ഓക്കെ, ദെൻ ഖേദ 1918 ഖേദ സത്യാഗ്രഹ, അഹമ്മദാബാദും 1918. ഓക്കെ, ഇത് 3ഉം അടുത്തടുത്താണ്. അപ്പം ഇതിൽ ആദ്യം സംഭവിച്ചിട്ടുള്ള ചമ്പാരൻ സത്യാഗ്രഹമാണ്, നിങ്ങൾ വായിക്കുന്ന സമയത്ത് കിട്ടും. പിന്നെയാണ് ഖേദയും അഹമ്മദാബാദും വന്നിട്ടുള്ളത്. ദെൻ റൗലറ്റ് ആക്ടിനെതിരെയുള്ള സമരം 1919 തുടങ്ങിയിട്ടുള്ളത്. റൗലറ്റ് ആക്ടിനെതിരെയുള്ള സമരം, അത് നമുക്കൊരു സമയം കിട്ടുകയാണെന്ന് വെച്ചാൽ ഞാൻ ഇത് മൊത്തത്തിൽ പറഞ്ഞു തരാം, അതിൻ്റെ ഒരു ഓർഡർ ഞാൻ പറഞ്ഞുതരാം. ദെൻ അടുത്തത് 1920 ഖിലാഫത്ത് മൂവ്മെൻറ്റ് ആയിട്ട് വരുന്നുണ്ട്, ഗാന്ധി ഖിലാഫത്ത് മൂവ്മെൻറ്റ്. ദെൻ 1922 ചൗരി ചൗര സംഭവം നടക്കുന്നത്. എന്താണ് ചൗരി ചൗര? ആരെങ്കിലും വായിച്ചിട്ടുണ്ട്? ചൗരി ചൗര സംഭവം എന്താണ്? വായിച്ച മനസ്സിൽ പോലീസ് സ്റ്റേഷൻ നമ്മൾ വായിച്ചാൽ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നതാണ്.
അതായത് ഖിലാഫത്ത് മൂവ്മെൻറ്റും നോൺ 1922 നോൺ കോഓപ്പറേഷൻ മൂവ്മെൻറ്റ് അല്ലേ, നിസ്സഹകരണ പ്രസ്ഥാനക്കാർ എന്ത് ചെയ്തു, ഒരു പോലീസ് സ്റ്റേഷൻ അക്രമാസക്തരായിട്ട് ഒരു പോലീസ് സ്റ്റേഷൻ തീ വെക്കുകയും 22ഓളം പോലീസുകാർ മരണപ്പെടുന്നതുമാണ് എന്ത് ഈ ഒരു ഇൻസിഡൻറ്റ്. ഓക്കെ, ഈ ഒരു ഇൻസിഡൻറ്റ്. ഓക്കെ, അപ്പോൾ 1922 അത് ചൗരി ചൗര. പിന്നെ നോൺ കോർപ്പറേ പിന്നെ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻ്റ് ആയിട്ട് 1930-31 വരുന്നുണ്ട്. ആ സമയത്താണ് ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നത്. ദെൻ ഏറ്റവും ലാസ്റ്റ് ഗാന്ധി നടത്തിയിട്ടുള്ളതാണ് 1942 ക്വിറ്റ് ഇന്ത്യ. ഈ ഓർഡറിലാണ് ഗാന്ധിയുടെ സമരങ്ങൾ പോവേണ്ടത്. ഏറ്റവും ലാസ്റ്റാണ് ക്വിറ്റ് ഇന്ത്യ 1942. ഓക്കെ, ദെൻ മാപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മാപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കേണ്ടത് ഇപ്രാവശ്യം നോക്കേണ്ടത് പറഞ്ഞു, ആരപ്പൻ സൈറ്റ് നോക്കണം. ദെൻ മഗധയുടെ പ്രധാന ജനപദാസ് മഹാജനപദാസ് നോക്കണം, അതിൽ മഗധ. ഓക്കെ, ഇത്തരത്തിലുള്ള ആവന്തി അങ്ങനെയുള്ള പ്രദേശം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈറ്റുകളുണ്ട്, അത് നോക്കണം. ദെൻ തേർഡായിട്ട് നിങ്ങൾ നോക്കേണ്ടതായിട്ടുള്ള ബുദ്ധിസ്റ്റ് സൈറ്റുകൾ നോക്കണം. ഓക്കെ, പ്രധാനപ്പെട്ട ബുദ്ധിസ്റ്റ്, അതായത് ലുംബിനി, സാരാനാഥ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. അത് മാപ്പിൽ നമ്മൾ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടാൽ മതി. ദെൻ നമ്മൾ 10 മുതൽ 18 വരെ ചോദ്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കാം. ഏതെങ്കിലും 8 ചോദ്യങ്ങൾക്കാണ് ഉത്തരം എഴുതാനുള്ളത്. 9 ചോദ്യങ്ങളുണ്ട്. ഓക്കെ, 9 ചോദ്യമുണ്ട്, നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒന്ന് സ്കിപ്പ് ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, മൗര്യ സാമ്രാജ്യം നിങ്ങൾ പറയണം. മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് നമുക്ക് തെളിവുകൾ എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? മൗര്യ സാമ്രാജ്യം ഉണ്ടോ, മുഗൾ സാമ്രാജ്യം അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത്. മൗര്യ സാമ്രാജ്യത്തിനെ കുറിച്ച് നമുക്ക് കിട്ടുന്ന തെളിവുകൾ എവിടുന്നാ? ഓക്കെ, നമ്മൾ അർത്ഥശാസ്ത്ര അല്ലേ, കൗടില്യൻ്റെ അർത്ഥശാസ്ത്ര. ദെൻ പിന്നെ നാണയങ്ങൾ ഇതിൽ നിന്നൊക്കെ കിട്ടും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ഇത് 2 പേര് എഴുതിയാൽ അർത്ഥശാസ്ത്ര, മെഗസ്തനീസിൻ്റെ ഇന്ത്യക്കും അതുപോലെ തന്നെ അർത്ഥശാസ്ത്ര കൗടില്യൻ്റെ ഇതുള്ളത്. ദെൻ ഇത് 4ാമത്തെ ചാപ്റ്ററാണ് ബർണിയർ വ്യൂ, അതായത് സഞ്ചാരികളുടെ കണ്ണിലൂടെയുള്ള ഇന്ത്യയെക്കുറിച്ച്. സഞ്ചാരികളുടെ കണ്ണിലൂടെ എന്നുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിൽ നിന്നാണ് ഈ അടുത്ത ചോദ്യം വന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇയാളൊരു വിദേശ സഞ്ചാരിയായിരുന്നു. ഇദ്ദേഹം ഇന്ത്യയെക്കുറിച്ചൊരു നെഗറ്റീവ് ഇമേജാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ, ബർണിയർ എന്നുള്ള അദ്ദേഹം ഇന്ത്യയെക്കുറിച്ച് എന്താണ് ഒരു നെഗറ്റീവ് ഇമേജാണ് സഞ്ചാരിയുടെ കണ്ണിലൂടെ എന്നുള്ള ആ പാഠത്തു നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതേ പാഠത്തു നിന്ന് തന്നെയാണ് കിതാബുൽ ഹിന്ദ്, ആരാണ്, അൽബറൂണി എഴുതിയിട്ടുള്ളതാണ്. ഇന്ത്യയെക്കുറിച്ച് ഒരു പോസിറ്റീവ് ഇമേജ് എഴുതിയിട്ടുള്ളതാണ് അൽബറൂണിയുടെ ഏതാണ് കിതാബുൽ ഹിന്ദ്. ഇപ്പോൾ ഈ 2 മാർക്കിനുള്ളൊക്കെ ചോദ്യങ്ങൾക്ക് 1-2. ഇപ്പോൾ കിതാബുൽ ഹിന്ദ് എഴുതിയത് അൽബറൂണിയാണ്. ഇന്ത്യയെക്കുറിച്ച് അല്ലേ ഒരു എന്താണ് പോസിറ്റീവായിട്ടുള്ള ഒരു വിവരണമാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. നമുക്ക് ഇയാളും കൂടി ബർണിയറിനെ അപേക്ഷിച്ച് ഇന്ത്യയെക്കുറിച്ച് നല്ല വിവരങ്ങളാണ്. ഇന്ത്യയെക്കുറിച്ച് എന്താ പോസിറ്റീവ് നമ്മൾ സാധാരണഗതിയിൽ ഒരു വാക്ക് ഉപയോഗിക്കും, അങ്ങനെ ഒരു വിവരണമാണ് എന്നുള്ള രീതിയിൽ എഴുതിയുണ്ട്. സൂഫികൾ ആരാണ് എന്നുള്ളത് ഇതാണ്. ഓക്കെ, സൂഫിസത്ത് എന്നുള്ളതിൽ നമുക്കറിയാം, സൂഫികൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമായിട്ടുള്ള ഒരു എന്താണ് നവീകരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഇസ്ലാമിലുള്ള നവീകരണമാണ് അവർ. സൂഫിസം ഭക്തി പ്രസ്ഥാനം എന്നുള്ള പാഠത്തിലുണ്ട്. ഞാൻ പാഠം പറഞ്ഞുതരാം, ഏതാ പാഠം നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഭക്തി സൂഫി പാരമ്പര്യം എന്നുള്ള ഇതിൽ സൂഫിസം എന്ന് പറഞ്ഞത് ഇസ്ലാം മതത്തിൻ്റെ മതപരിഷ്കരണ പ്രസ്ഥാനമാണ് സൂഫിസം അല്ലേ. ഇവർ ഖലീഫമാരുടെ ആർഭാട ജീവിതത്തിനെതിരെയും ഭൗതിക ജീവിതത്തോടുമുള്ള ആസക്തിയുമാണ് ഈ പ്രസ്ഥാനം ഉണ്ടാകാൻ കാരണം. സൂഫി സന്യാസികൾ നബിയെ പൂർണ്ണ മനുഷ്യനായി കാണുകയും മോക്ഷപ്രാപ്തിക്കായി അദ്ദേഹത്തിൻ്റെ പാത പിന്തുടരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിൽ 2ാമത്തെ സിയാറത്ത് ഖവാലി, 2 മാർക്കിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സിയാറത്ത് എന്ന് പറഞ്ഞാൽ ദർഗകൾ, അവരുടെ മക്ബറകൾ അല്ലെങ്കിൽ ദർഗകളെ സന്ദർശിക്കുന്നതിനെയാണ് സിയാറത്ത് എന്ന് പറയുന്നത്. ഖവാലി എന്ന് പറഞ്ഞാൽ അവരുടെ സംഗീതവും നൃത്തവുമാണ് എന്നുള്ളത്. ദീൻ ഹിലാഹിയെ കുറിച്ച്, ദീൻ ഹിലാഹി ആര് സ്ഥാപിച്ചതാ? അക്ബറാണ് എന്നുള്ള. അതൊരു ജീവിത രീതിയാണ്, പുതിയ മതമല്ല എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഈ 5ാം റിപ്പോർട്ട് എന്നുള്ളത് 1812 തോന്നുന്നു, ഞാൻ കറക്റ്റ് ഡേറ്റ് നോക്കാം. ബ്രിട്ടീഷുകാർ 1820 ബ്രിട്ടീഷ് ഗവൺമെൻറ്
ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കുറിച്ച് അത് നിങ്ങളുടെ മുഗൾ സാമ്രാജ്യ അത് 1857 റിവോൾട്ടിന് മുമ്പുള്ള പാഠത്തിൽ 1850 അത് ഈ ഗൈഡിലില്ല കേട്ടോ, നമ്മുടെ നോട്ട്സിലില്ല, നിങ്ങളുടെ പാഠത്തിലാണുള്ളത്. 1820 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ നിയോഗിച്ച് അവർ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടാണ്, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് കൊടുത്തിട്ടുള്ള റിപ്പോർട്ടാണ് 5ാം റിപ്പോർട്ട് എന്നുള്ളത്. ഓക്കെ, അത് ആ പാഠം ഒന്ന് ജസ്റ്റ് നമുക്ക് നമ്മുടെ മെറ്റീരിയൽ, കാരണം റെഗുലർ വിദ്യാർത്ഥികൾക്ക് ആ പാഠം പഠിക്കാനില്ല, സിലബസ് നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ ആ 19ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം എന്നായിരിക്കും കൊടുത്തിട്ടുണ്ട് അല്ലേ? 18ാം നൂറ്റാണ്ടിൻ്റെ അവസാനം, അതെ, അതായത് 19ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ. അപ്പോൾ അങ്ങനെ എഴുതിയാൽ നിങ്ങളുടെ മെറ്റീരിയൽ എങ്ങനെയാണോ എന്നുള്ളത്, അതിന് കറക്റ്റ് ഡേറ്റ് ഞാൻ ഗൂഗിൾ ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയത് 1820 നിങ്ങൾ 18ാം നൂറ്റാണ്ടിൻ്റെ അവസാനം എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അത് എഴുതിയാൽ മതി. അതായത് 5th റിപ്പോർട്ട് സബ്മിറ്റഡ് ബ്രിട്ടീഷ് പാർലമെന്റ് 20 ഡീറ്റെയിൽഡ് അക്കൗണ്ട് ഓഫ് ദി ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് അഡ്മിനിസ്ട്രേഷൻ ആക്ടിവിറ്റീസ് ഇന്ത്യ. അതാണ്. അപ്പോൾ 18ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലായിരിക്കും കമ്മീഷനെ നിയോഗിച്ച് റിപ്പോർട്ട് കൊടുത്ത 1820-കളിലാണെന്ന് ഓർക്കാം. ദെൻ 2 അഭ്യൂഹങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു? 1857 റിവോൾട്ടുമായിട്ട് ബന്ധപ്പെട്ട 2 അഭ്യൂഹങ്ങൾ ഏതൊക്കെയാണ്? അതന്നെ. ഓക്കെ, പുതിയതായിട്ട് വന്നിട്ടുള്ള എൻഫീൽഡ് റൈഫിളിൽ നടക്കുന്ന തിരയിൽ കാറ്റ്രിഡ്ജിൽ പന്നിയുടെയും പശുവിൻ്റെയും എന്തുണ്ട് നെയ്യ് കലർന്നിട്ടുണ്ട് എന്ന് പറയുന്നു. പിന്നെ ബ്രിട്ടീഷുകാർ നിർബന്ധിതമായിട്ട് പരിവർത്തനം നടത്തുന്നു എന്ന ഒരു ഇതുണ്ട്. ദെൻ ഭക്ഷണത്തിൽ എല്ലുപൊടികൾ ചേർത്തും പന്നിയുടെയും അതുപോലെ തന്നെ പശുവിൻ്റെയും എല്ലുപൊടികളൊക്കെ ചേർത്തു എന്നുള്ള ഇതൊക്കെയാണ് അഭ്യൂഹങ്ങളും കിംവദന്തികളും. ദെൻ മഹായാന ബുദ്ധിസം, ഈനയാനം മഹായാനം ചെറിയ വാഹനമാണ് ഏതാണ് എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. നമ്മൾ നേരത്തെ ആൾവാസും ന്യാസും പോലെ തന്നെ ഇവരെയും മാറിപ്പോരുത്. ഈനയാനത്തിൽ എന്താണ് പറയുന്നത്, മഹായാനത്തിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് നോക്കണം. ഈനയാനത്തിൽ എന്താണ് പറയുന്നത്, മഹായാനം ആരാണ് മഹായാനം ബുദ്ധമതക്കാരാരാ? ഈ അതായത് നമ്മുടെ ബുദ്ധമതം എല്ലായിടത്തേക്കും വ്യാപിപ്പിക്കണം എന്ന് പറയുന്ന ആൾക്കാരാണ്. ഓക്കെ, നാലാമത്തെ ബുദ്ധമത സമ്മേളനത്തിൽ വെച്ചാണ് ഹീനയാനം മഹായാനം ഉണ്ടായിട്ടുള്ളത്. ഹീനയാനം എന്ന് പറഞ്ഞാൽ ചെറിയ വാഹനം, മഹായാനം എന്ന വാക്കിൽ നിന്ന് തന്നെ വലുത് എന്നുള്ള രീതിയിൽ ആൻസർ ചെയ്തൊക്കെ ഇവർ വിഗ്രഹാരാധനക്കാരായിരുന്നു. ഒന്നാമത്തെ പോയിന്റ്. ഓക്കെ, മഹായാനക്കാർ മഹായാനക്കാര് ബോധിസത്വ സങ്കല്പത്തിൽ വിശ്വസിച്ചു. ഈ മഹായാന ആശയ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്കൃത ഭാഷ ഉപയോഗിച്ചു. ഈ 2-3 എഴുതിയാൽ മതി. സംസ്കൃത ഭാഷ, വിഗ്രഹാരാധന, ബോധിസത്വ സങ്കല്പം, ഈ 3 എഴുതിയാൽ മതി. എന്താണ് ആക്ച്വലി ബുദ്ധൻ പറഞ്ഞത് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു മഹായാനക്കാർ എന്നുള്ളത്. അതായത് ബുദ്ധമതം എന്ന് പറഞ്ഞാൽ ഏറ്റവും നാട്ടുകാരുടെ ഭാഷ അല്ലെങ്കിൽ പ്രാദേശിക ഭാഷയിലാണ് ബുദ്ധൻ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ബുദ്ധൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി സംസ്കൃത ഭാഷ ഉണ്ടാക്കി. ബുദ്ധൻ തന്നെ ആരാധിക്കരുത് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് എല്ലാവരിലും ദൈവം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ബുദ്ധൻ പറഞ്ഞിട്ട്, പക്ഷെ ബുദ്ധനെ അവർ ദൈവമായി കണ്ട് ആരാധിക്കാൻ തുടങ്ങി എന്നുള്ളതും ദെൻ ബോധിസത്വ സങ്കല്പത്തിലും വിശ്വസിച്ചു എന്നുള്ളത്. ദെൻ 19 മുതൽ ഏതെങ്കിലും 2 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. നിങ്ങൾക്ക് 3 ചോദ്യം തന്നിട്ടുണ്ട്. ഓക്കെ, എല്ലാതും ആൻസർ ചെയ്യല, എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്യലല്ല, എല്ലാത്തിൻ്റെയും ഡയറക്ഷൻ നോക്കണം. ആരപ്പൻ സംസ്കാരത്തിന് തകർച്ചക്കെടുകയല്ല നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഏതെങ്കിലും 3 കാരണം. അത് പോയിന്റ് ആയിട്ട് എഴുതരുത്. 3 മാർക്കിനാണ്. കുറച്ചൊന്ന് വിശദീകരിച്ച് ചെയ്താൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 3 പോയിന്റ്സ് എഴുതിയാൽ 1.5 മാർക്കാണ് കിട്ടുക. 3 പോയിന്റ്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ 1.5 മാർക്കാണ് കിട്ടുക. അതൊന്ന് വിശദീകരിച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഒന്ന് 1-2 സെന്റൻസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആരപ്പൻ സംസ്കാരത്തിന് തകർച്ചയുണ്ടായ കാരണം എന്നുള്ള ഒരു ഹെഡിങ് എഴുതുക. 1 കാലാവസ്ഥാ വ്യതിയാനം, അല്ലെങ്കിൽ എന്താണ് പ്രളയം, അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള വൈദേശിക ആക്രമണം, ഇങ്ങനെയുള്ള രീതിയിൽ കുറച്ചൊന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? മാർക്ക് കിട്ടും. ഓക്കെ, ദെൻ ജാതി വ്യവസ്ഥയെക്കുറിച്ച് അൽബിറൂണിയുടെ വിവരങ്ങൾ. ജാതി വ്യവസ്ഥയെ അൽബിറൂണി എന്ത് ചെയ്തിട്ടുണ്ട്? സഞ്ചാരികളുടെ കണ്ണിലൂടെ എന്നുള്ള പാഠത്തിൽ പറയുന്നുണ്ട്.
ജാതി വ്യവസ്ഥയെ എതിർത്തിട്ട് ആണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ജാതി വ്യവസ്ഥ ഇന്ത്യയിലെ ഒരു സോഷ്യൽ ഈവിളാണ് എന്നുള്ളതാണ് അൽബുറൂനി പറഞ്ഞിട്ടുള്ളത് സഞ്ചാരികളുടെ കണ്ണിലൂടെ എന്നുള്ള പാഠത്തു നിന്നാണ്. അപ്പോൾ ഈ സഞ്ചാരികളെ കുറിച്ചുള്ള ഇപ്രാവശ്യം നിങ്ങൾ നോക്കേണ്ടത് ഈ നമ്മുടെ ഇബ്നു ബത്തൂത്തയുടെ അക്കൗണ്ട്സ് എന്തൊക്കെയാണ്, ഇബ്നു ബത്തൂത്ത എന്താണ് എന്നുള്ളത് പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കുക. അതേപോലെ തന്നെ ആ ഫ്രഞ്ച് ട്രാവലർ, ഇന്ത്യയെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ടുള്ള ഫ്രഞ്ച് ട്രാവലർ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് കൂടി നോക്കുക. ഓക്കെ, സന്താൽ റബല്യം നോക്കണം. ഞാൻ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞൊരു 1857 റിവോൾട്ടിന് മുമ്പായിട്ട് നടന്നിട്ടുള്ളതാണ് സന്താൽ റബല്യം. 1855-56, അതായത് 1857 റിവോൾട്ടിൻ്റെ തൊട്ട് മുമ്പത്തെ വർഷങ്ങൾ 55-56 വർഷങ്ങളാണ്. സന്താൾ ഒരു എന്താണ് ഗോത്രവർഗങ്ങളാണ്, ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ്. അവിടെ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയിട്ടുള്ള തെറ്റായ കാർഷിക നയത്തിനെതിരെ, അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്താൽ ബ്രിട്ടീഷുകാരുടെ തെറ്റായ കാർഷിക നയത്തിനെതിരെയായിരുന്നു ഗോത്ര കലാപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സന്താൾ കലാപം നടന്നിട്ടുള്ള വർഷം 1855 മുതൽ 56 എന്നുള്ളതാണ്. ഈ രീതിയിൽ ഇതിന് നേതൃത്വം നൽകിയിട്ടുള്ളത് സിദ്ധുവും കാനുവും നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. സിദ്ധു ആൻഡ് കാൻഹു അല്ലേ, കാൻഹുവുമാണ് ഇതിൻ്റെ ലീഡേഴ്സ്. ഇങ്ങനെ എഴുതിയാൽ 3 മാർക്ക് കിട്ടി. ആ രീതിയിലാണ് സന്താൽ റബല്യം എഴുതുന്നത്. സന്താൽ റബല്യം 1857 റിവോൾട്ടിൻ്റെ തൊട്ട് മുമ്പ് നടന്നിട്ടുള്ളതാണ്. ഇനി 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാൻ 5 തന്നിട്ട് 4 ഇതാണ്. ജൈനമതത്തിൻ്റെ പ്രധാന തത്വങ്ങൾ നമ്മൾ ആ പാഠത്തിന് ബുദ്ധജൈന മതത്തിന്. ദെൻ മുഗൾ ദിനവൃത്ത അക്ബർ നാമയുടെ, നമ്മൾ ഇന്നലെ പറഞ്ഞു ബാദ്ഷാ നാമ, അക്ബർ നാമ ഇമ്പോർട്ടൻ്റ് ആണ്. ആ അക്ബർ നാമയുടെ പ്രാധാന്യം വിശകലനം ചെയ്യുക. ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശങ്ങൾ, അത് സ്വാതന്ത്ര്യം എന്നുള്ള ഗാന്ധിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ആ പാഠം കഴിഞ്ഞിട്ട് വരുന്നതാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് എന്നുള്ള ആ പാഠത്തിലാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്നിട്ടു. ക്യാബിനറ്റ് മിഷൻ പറഞ്ഞിട്ടുള്ള ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയെ നിർമ്മിക്കാനൊക്കെയാണ് ക്യാബിനറ്റ് മിഷൻ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. ദെൻ മാർത്താണ്ഡ വർമ്മ കേരളം ആധുനികതയിലേക്ക് എന്നുള്ള പാഠത്തിൽ നിന്നാണ്, ആ ലാസ്റ്റ് 2 പാഠത്തിൽ നിന്നാണ് ചോദ്യം. പഴശ്ശി സമരങ്ങളെക്കുറിച്ച് ചുരുക്കി വിവരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കേരളം ആധുനികതയിലേക്ക് എന്നുള്ള പാഠത്തിൽ നിന്ന് 2 ചോദ്യങ്ങളും ലാസ്റ്റത്തെ 2 ചോദ്യം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് 5 ചോദ്യങ്ങൾ തന്നിട്ട് ഏതെങ്കിലും 4 എഴുതിയാൽ മതി. 4 മാർക്കിനാണ്. അപ്പോൾ 3 മാർക്ക് എഴുതിയതിനേക്കാളും കുറച്ചും കൂടി എന്ത് ചെയ്യണം, ഒന്നും കൂടി വിശദീകരിച്ച് ചെയ്യണം. ഞാൻ പറയൂ, ജൈനമതത്തിൻ്റെ പ്രധാന തത്വങ്ങൾ എന്തൊക്കെയാണ്? ആരുല്ലേ? അല്ലേ, അതായത് എല്ലാ വസ്തുവിനും അല്ലേ. കേന്ദ്ര തത്വം ഹൈംസയാണ്. ജൈനമതത്തിൻ്റെ പ്രധാന തത്വങ്ങളാണ് ഹൈംസയാണ് കേന്ദ്ര തത്വം. നമ്മുടെ ഇതിലുണ്ട് ലക്ഷ്യം മോക്ഷം കൈവരിക്കലാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം, പരമമായിട്ടുള്ള ലക്ഷ്യം. നമ്മുടെ മെറ്റീരിയലുണ്ട് മാറിപ്പോരുതിട്ട മോക്ഷം അഥവാ നിർവ്വാണം, പുനർജനനം എന്നിവയിൽ നിന്നുള്ള മോചനമാണ്, ജന്മത്തിൽ നിന്നുള്ള മോചനമാണ് മോക്ഷം എന്നുള്ളത്. ഇതിന് 3 രത്നാസാണ്. അഷ്ടാംഗങ്ങളായിട്ട് അഷ്ടാംഗമാർഗം ഏതിലാണ്? ബുദ്ധമതത്തിലാണ്, തെറ്റിപ്പോരുത്. ഇതിൽ 3 രത്നാസാണ്. നമ്മൾ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജൈനമതത്തിൻ്റെ തത്വമാണ് 3 രത്നാസ് അല്ലേ. 3 രത്നാസ് ഏതൊക്കെയാണ്? 3 രത്നാസ് ഏതൊക്കെയാണ്? 3 രത്നാസ്: ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി, ശരിയായ വിശ്വാസം. ഓക്കെ, ഇതാണ് ജൈനമത തത്വം ആകുന്ന സമയത്ത്. ഇനി ഇപ്രാവശ്യം നിങ്ങൾ എന്തായാലും നോക്കിക്കോ, ബുദ്ധമത തത്വം നന്നായിട്ട് വായിച്ചോ, അത് ചോദിക്കും. ഓക്കെ, അത് 6 മാർക്കിനോ ഇതുപോലെ 4 മാർക്കിനോ ചോദ്യം ഉണ്ടാവും. അപ്പോൾ ബുദ്ധമത തത്വങ്ങൾ 4 ആദ്യസത്യങ്ങൾ 4 ലോകം ദുഃഖമാണ്, ദുഃഖത്തിന് കാരണം ആഗ്രഹങ്ങളാണ്. ഓക്കെ, ആഗ്രഹങ്ങൾ ഇല്ലാതാക്കിയാലേ ദുഃഖം ഇല്ലാതാക്കാം. ദുഃഖം ഇല്ലാതാക്കാൻ എന്ത് വേണം? അഷ്ടാംഗമാർഗം വേണം അല്ലേ. അഷ്ടാംഗമാർഗത്തിൽ ഒന്നാമത്തത് ശരിയായ പ്രവൃത്തി, ശരിയായ ജീവിതം, ശരിയായ പരിശ്രമം, ശരിയായ ഓർമ്മ, ശരിയായ വീക്ഷണം, ശരിയായ തീരുമാനം, ശരിയായ ധ്യാനം. അപ്പോൾ ഇതാണ് അക്ബർനാമയുടെ ഇത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്താണ്. അക്ബർനാമ എന്താണ്? അക്ബർനാമയിൽ ആരാണ് അക്ബർനാമ എഴുതിയിട്ടുള്ളത്? ഓർക്കോ? അക്ബർനാമ എഴുതിയിട്ടുള്ള ആരാണ്? അബുൽ ഫസലാണ് അല്ലേ. മുഗൾ കാലഘട്ടത്തെക്കുറിച്ചും അക്ബറിൻ്റെ കാലത്തെക്കുറിച്ചുള്ള വിവരമാണ്. 13 വർഷം കൊണ്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. അക്ബർനാമക്ക് 3 ഭാഗങ്ങളുണ്ട്. ഓക്കെ,
രണ്ടാം ഭാഗം അല്ലെ, ഒന്ന് മുഗൾ ഭരണത്തിൻ്റെ സ്ഥാപനം കാണിക്കുന്നു, രണ്ടാമത് എന്താണ് ഭരണകാര്യങ്ങൾ, മൂന്നാമത് ഐനി അക്ബർ. ഇങ്ങനെ വിവരിച്ച് എഴുതണം. ഓക്കെ. അപ്പോൾ അതേപോലെ തന്നെ ബാദുഷാ നാമ എന്തായാലും നോക്കണം, ബാദുഷാ നാമ ചോദിക്കും. ഓക്കെ. ദെൻ മാർത്താണ്ഡവർമ്മ എന്നുള്ള ആ പാഠത്തിൽ ഏറ്റവും ലാസ്റ്റത്തെ ഇതിലാണ്. ഓക്കെ. മാർത്താണ്ഡവർമ്മ, ഒരു മിനിറ്റ്. ക്യാബിനറ്റ് മിഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. പഴശ്ശി കലാപത്തെക്കുറിച്ചാണ് ഫസ്റ്റ്, ആദ്യം പഴശ്ശി സമരത്തെക്കുറിച്ച് പറയാം. മലബാറിൽ ബ്രിട്ടീഷുകാർ, നമ്മുടെ ഗൈഡിൻ്റെ ഏറ്റവും എൻഡിലുണ്ട് 41-42 പേജിൽ ഓരോന്നായിട്ട് കൊടുത്തിട്ടുണ്ട് പഴശ്ശി കലാപത്തെക്കുറിച്ച്. ഓക്കെ. മലബാറിൽ ബ്രിട്ടീഷ് ഭരണത്തിനെ വെല്ലുവിളിച്ച് ആദ്യമായിട്ട് കലാപം ഉയർത്തിയിട്ടുള്ളത് പഴശ്ശി രാജയാണ്. ഓക്കെ. പഴശ്ശി സമരങ്ങളെക്കുറിച്ച് പറയാം. ദെൻ അദ്ദേഹം മലബാറിലെ കോട്ടയം രാജവംശത്തിലെ അംഗമായിരുന്നു. ദെൻ ഇദ്ദേഹം 2 ഘട്ടങ്ങളിലാണ് പഴശ്ശി കലാപം അരങ്ങേറിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ നികുതി പിരിക്കാനുള്ള അധികാരം പഴശ്ശിക്ക് നൽകാതെ ഇതാണ് അമ്മാവനായിട്ടുള്ള കുമ്പ്രാട്ട് രാജയ്ക്ക് നൽകിയതാണ് ഒന്നാം കലാപത്തിന് കാരണം എന്നുള്ളതുണ്ട്. ഓക്കെ. അത് ഇപ്രാവശ്യം പഴശ്ശി ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേലുത്തമ്പി കലാപമുണ്ട്, അത് നോക്കണം. കുറിച്യാർ കലാപമുണ്ട്, അതിന് തൊട്ട് തന്നെ ഉണ്ട്. ഓക്കെ. ആ ഒരു കാര്യങ്ങൾ നോക്കണം. ഓക്കെ. ദെൻ നമുക്ക് മാർത്താണ്ഡവർമ്മ നടപ്പിലാക്കിയിട്ടുള്ള പരിഷ്കാരങ്ങൾ നോക്കാം. ഓക്കെ. ഗുരുവായൂർ സത്യാഗ്രഹം കാര്യങ്ങളൊക്കെ ഉണ്ട്, ആ ഏരിയയിലുണ്ട്, നോക്കണം. മാർത്താണ്ഡവർമ്മ നടപ്പിലാക്കിയിട്ട പരിഷ്കാരങ്ങൾ നിങ്ങൾക്ക് വായിച്ചത് ഓർമ്മയുണ്ടോ? മാർത്താണ്ഡവർമ്മ. ഓക്കെ. നമ്മുടെ മെറ്റീരിയലിലെ 41 പേജിലുണ്ട്. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകനാണ്. ഓക്കെ. മോഡേൺ ട്രാവൻകൂറിൻ്റെ സ്ഥാപകനാണ് മാർത്താണ്ഡവർമ്മ, അല്ലേ? ഇതിൽ ഇയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭൂമി അളന്നിട്ട് തിട്ടപ്പെടുത്തി നികുതി പിരിവ് നടത്തി. ഓക്കെ. ഭൂമി അളന്നിട്ടുള്ള നികുതി പിരിവായിരുന്നു നടത്തിയിരുന്നത്. ദെൻ ക്ഷേത്രക്കണക്കുകൾ ഓഡിറ്റ് ചെയ്യുന്നതിനുള്ള സംവിധാനം ഒരുക്കി. രാജ്യത്തിനെതിരെ കലാപം നടത്തിയ 8 വീട്ടിൽ പിള്ളമാരെ പോലെ നാടുവാഴികളെ അടിച്ചമർത്തി എന്നൊക്കെയാണ്. ദെൻ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് തൃപ്പടിദാനം എന്നുള്ളൊരു ഇതുണ്ട്. അതായത് ഇവരെല്ലാവരും ഈ ശ്രീ പത്മനാഭ സ്വാമിയുടെ ദാസന്മാരാണ് എന്നുള്ള ഒരു കണക്കാക്കണം. ഓക്കെ. അതായത് തിരുവിതാംകൂർ രാജ്യത്തെ തന്നെ ശ്രീ പത്മനാഭന് ദാനമായിട്ട് നൽകി. ഇതിനാണ് തൃപ്പടിദാനം. ഇവരെല്ലാവരും ദാസന്മാരാണ് എന്നുള്ള ഒരു ഇതാണ് മാർത്താണ്ഡവർമ്മയുടെ പരിഷ്കാരങ്ങൾ. ഓക്കെ. ദെൻ ലിഖിതങ്ങൾ നമ്മുടെ പാഠങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലിഖിതങ്ങൾ 2-3 പാഠങ്ങളിലായിട്ടാണ് പറയുന്നത്. ലിഖിതങ്ങൾ ലിഖിതങ്ങൾ വിവർത്തനം ചെയ്യുമ്പോഴുണ്ടാകുന്ന പരിമിതികൾ. നമുക്ക് ഒന്ന് ഭാഷ മനസ്സിലാക്കണം, കാലം മനസ്സിലാക്കണം. ദെൻ പല ലിഖിതങ്ങളും വായിക്കാൻ ഡെസിഫർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ ഡെസിഫർ ചെയ്യുന്ന സമൂഹത്തിൽ അന്നത്തെ സാമൂഹ്യ സാഹചര്യം മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ലിഖിതങ്ങൾ. ദെൻ മുഗൾ ജീവിതത്തിൽ നിങ്ങളുടെ ബുക്കിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൽ പഞ്ചായത്തിൻ്റെ പങ്ക് എന്നുള്ളതാണ്. ഉദ്യോഗസ്ഥ അല്ലേ, അതായത് ഇന്ത്യയിലെ പഞ്ചായത്ത് രാജിൻ്റെ ഒക്കെ ഒരു ഡീസെൻട്രലൈസ്ഡ് മോഡലാണ് മുഗൾ ഗ്രാമീണ ജീവിതത്തിൽ പഞ്ചായത്തിന് പങ്ക് എന്നുള്ളത്. നിങ്ങളുടെ ആ ടെക്സ്റ്റിൽ നിങ്ങളത് വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കണം. ഓക്കെ. ഈ മെറ്റീരിയൽ അതില്ല എന്ന് തോന്നുന്നു. ദെൻ 1857 കലാപത്തിൻ്റെ ഫലങ്ങൾ. ഒന്നാമത്തെ ഫലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം നിർത്തലാക്കി എന്നുള്ളതാണ്. ഓക്കെ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം നിർത്തലാക്കി. പിന്നീട് എന്തായി, രാജ്ഞി എന്ത് ചെയ്തു, നേരിട്ട് ഭരിക്കാൻ തുടങ്ങി. ഇന്ത്യയിൽ ഒന്നാമത്തേതാട്ടോ. രണ്ടാമത് ഇന്ത്യയിൽ സദ്ഭരണം. ഇനി മുതൽ ഇന്ത്യയിൽ സദ്ഭരണം, ഗുഡ് ഗവേണൻസ് എന്ന് പറയും ഇംഗ്ലീഷിൽ, അല്ലെങ്കിൽ നല്ല ഭരണം നടപ്പിലാക്കും എന്നുള്ള ഇതുണ്ടാക്കി. ഓക്കെ. ദെൻ വിഭജിച്ച് ഭരിക്കുക എന്നുള്ള ഹിന്ദു മുസ്ലിം, ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡാണ് പറയുന്നത്. ഹിന്ദു മുസ്ലിം ഐക്യമുണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിലനിൽപ്പിനെ ബാധിക്കുമെന്ന് കണ്ട അവർ വിഭജിച്ച് ഭരിക്കുക എന്നുള്ള ഒരു തത്വം അവരെന്ത് ചെയ്തു, പിന്തുടർന്നു എന്നുള്ളതാണ്. വിഭജിച്ച് ഭരിക്കുക എന്നുള്ള തത്വം പിന്തുടർന്നു എന്ന്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ കലാപത്തിൻ്റെ ഫലങ്ങളായിട്ടുള്ളത്. 8 മാർക്കിൻ്റെ എസ്സേ വന്നിട്ടുള്ളത്. എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞു. നിങ്ങൾ ആ കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ ഏത് എസ്സേ എഴുതണം, അതിൻ്റെ പോയിൻറ്റ്സ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ ആ എസ്സേ എഴുതാനുള്ള പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്.
നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം എഴുതാൻ പറ്റുന്നതാണ് മഹാത്മാഗാന്ധി. നമ്മൾ പെട്ടെന്ന് നമ്മുടെ അറിവിൽ നിൽക്കുന്നതാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധി വഹിച്ച പങ്ക് വിശകലനം ചെയ്യുക. അത് നിസ്സഹകരണ പ്രസ്ഥാനമുണ്ട്, ദെൻ ഉപ്പ് സത്യാഗ്രഹമുണ്ട്, ക്വിറ്റ് ഇന്ത്യ സമരമുണ്ട്. ഇതൊരു പോയിന്റാണ്. അപ്പോൾ ഇത് നമ്മൾ ചമ്പാരൻ, കേദ, അഹമ്മദാബാദ്, ആ ഓർഡറിൽ കേദ, അഹമ്മദാബാദ്, പിന്നെ അതുപോലെ തന്നെ റൗലറ്റ് ആക്ടിനെതിരെയുള്ളത്, നിസ്സഹകരണ പ്രസ്ഥാനം, പിന്നെ ഉപ്പ് സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ, ഈ ഓർഡറിൽ എഴുതിയാൽ നമുക്കത് ഇഷ്ടം പോലെ ഒരു 2 പേജ് 3 പേജ് എഴുതാനുള്ള സാധനമുണ്ട്. അത് നിങ്ങൾക്ക് ഗാന്ധിയെക്കുറിച്ച് വിശദീകരിച്ച് ഒരു ഇൻട്രഡക്ഷനൊക്കെ എഴുതിയിട്ട് ഈ കാര്യങ്ങൾ കണ്ടൻ്റായിട്ട് ഉൾപ്പെടുത്താം. ദെൻ നമ്മൾ ഇന്നലെ പറഞ്ഞു വിജയനഗര സാമ്രാജ്യം. ഇത് ഇപ്രാവശ്യം 8 മാർക്ക് വന്നുകൊണ്ട് 5 മാർക്കിനും 4 മാർക്കിനും എന്തായാലും ചോദിക്കും. നമ്മുടെ മഹാനവമി ദിബ്ബയെക്കുറിച്ച് നോക്കിയിട്ട് പോകണം. ഓക്കെ, അത് രാജകീയ കേന്ദ്രം, പുണ്യകേന്ദ്രം, അതായത് രാജാവ് ജനങ്ങളെ കേൾക്കുന്നതാണ് രാജകീയ കേന്ദ്രം, അതുപോലെ തന്നെ പുണ്യകേന്ദ്രം, ഏതെങ്കിലും ഒന്ന്. ദെൻ എല്ലാ പ്രാവശ്യം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഹാരപ്പൻ സംസ്കാരത്തെക്കുറിച്ച്. ഓക്കെ, ഹാരപ്പൻ സംസ്കാരത്തെക്കുറിച്ച് എന്തായാലും നോക്കിയിട്ട് പോകണം. ഹാരപ്പൻ നഗര സവിശേഷത. ഇനി ഇത് ഈ 8 മാർക്കിന് ചോദിച്ചിട്ടില്ലെങ്കിൽ, ഈ ചോദ്യം ഇവിടെ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ 5 മാർക്കിൽ ഈ ചോദ്യം ഉണ്ടാവും. മോഹൻജദാരോയിൽ അല്ലെങ്കിൽ ആരപ്പയിൽ നഗരാസൂത്രണം വിശദീകരിക്കുക എന്നുള്ളത്. അപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും ചോദിച്ച് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതാക്കേണ്ടത്. ദെൻ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനായിട്ട് 2024 വന്നിട്ടുള്ള ചോദ്യം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതിന് ശേഷം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ മെറ്റീരിയൽ ഒരു തവണയും കൂടി കാണിക്കുകയാണ്. നിങ്ങൾ നോക്കേണ്ടതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് ഏറ്റവും ലാസ്റ്റുകൾ സന്താൾമാരെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, സന്താൾ ഗോത്രക്കാർ കലാപത്തെ കുറിച്ചിട്ടുണ്ട്. കൊളോണിയലിസം, ജോട്ടാദാർമാർ, ഇവരെക്കുറിച്ച് എന്ത് ചെയ്യണം, എന്തായാലും പറയണം. ഓക്കെ, ദെൻ പ്രവിശ്യാ ഭരണത്തിൽ ഇതാണ് ഗ്രാമീണ ഭരണം. ഇത് നമ്മുടെ ഇതുണ്ട് ബാദുഷാ നാമ. ഇതൊക്കെ ഒരു ഒഴിവാക്കിയിട്ടുള്ളത് എന്ത് ചെയ്തിട്ടുണ്ട്, വീണ്ടും ഇതിൽ വരും. ജാമതി പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ കരുതി ഇതിൽ പറയുന്നില്ല എന്നാണ്. ഒഴിവാക്കിയ ടെക്സ്റ്റുകൾ ഏറ്റവും എൻഡിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ജമ എന്നുള്ളത് ഭൂമി നിർണ്ണയിക്കുന്നതാണ്. നിങ്ങൾ ടെക്സ്റ്റ് കാണുന്നുണ്ടല്ലോ, അതൊക്കെ ഒന്ന് നോക്കുക. ഈ തന്നെ ഉണ്ട് സഞ്ചാരി അൽബറൂണി, ഓക്കെ, കിതാബുൽ ഹിന്ദ്, ഓക്കെ, ഇബ്നു ബത്തൂത്ത, ഓക്കെ, ഫ്രാങ്കോയിസ് ബർണറി. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റിലേക്ക് നോക്കേണ്ട, ഈ മെറ്റീരിയലിൻ്റെ എൻഡിൽ നോക്കിയാൽ മതി എന്നാണ് ഞാൻ വീണ്ടും പറയുന്നു. ഓക്കെ, പ്ലസ് ഇതിൽ ഷോർട്ട് ഗായ് ഇവിടെ കാണിക്കുന്നതിൻ്റെ ഹരപ്പ മാപ്പ് ഇത് തന്നെയാണ് ചോദിക്കാറുള്ളത്. ദെൻ അമരാവതി 16 മഹാജനപദാസ്, ഇത് കലാപത്തിൻ്റെ സെൻറ്റേഴ്സ്, 1857 കലാപത്തിൻ്റെ സെൻറ്റേഴ്സ്, ഇതന്നെ നോക്കിപ്പോയാൽ മതി. ഇനി വീഡിയോ കാണുന്നില്ലെങ്കിൽ. ഓക്കെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാന കേന്ദ്രങ്ങൾ. ഓക്കെ, പയ്യന്നൂർ കേരളം കുറച്ച് മേലേക്ക് പോയിട്ടുണ്ട്, നോക്കിയിട്ട് അടയാളപ്പെടുത്തണം കേട്ടോ. ഓക്കെ, ദെൻ ഇതിൽ മാച്ച് ദ ഫോളോവിങ്സ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. ഓക്കെ, ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം പോവാൻ. ഈ മെറ്റീരിയൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം, എടുത്തത് ക്യാബിനറ്റ് മിഷൻ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി നിങ്ങൾ എന്ത് ചെയ്യാം, ഈ മെറ്റീരിയലിലേക്ക് തിരിച്ചു പോവുക. ഞാൻ പറയുന്നു, ഈ മെറ്റീരിയൽ തന്നെ 2-3 തവണ വായിച്ചാൽ മതി. നിങ്ങളുടെ പുസ്തകം ഒന്ന് ഒഴിവാക്കാം, എന്നിട്ട് നിങ്ങളൊന്ന് നോക്കാം. ഓക്കെ, ഇനി 2023 ആരും ലെഫ്റ്റ് ആണ്ട് 2023 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോ, ഗ്രൂപ്പിൽ ഷെയർ ചെയ്തോ. അത് നമുക്ക് ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഏത് സമയത്ത് ഞാൻ പറയാം, അത് ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ റെഗുലർ വിദ്യാർത്ഥികളുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, രണ്ടും സെയിം ആണ്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിൽ, മറ്റു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയില്ലെങ്കിൽ റെഗുലർ വിദ്യാർത്ഥികളുടെ 2024-25 ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഏതാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഗ്രൂപ്പിലോ അറിയിച്ചാൽ മതി. നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ഡിസ്കഷൻ ചെയ്യാം. ഡിസ്കഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെടും, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഈ മെറ്റീരിയൽ തന്നെ 1-2 തവണ വായിക്കുക. വീഡിയോസ് കാണാൻ ഉള്ള ഒരു പ്ലേ ലിസ്റ്റ് മൊത്തത്തിൽ ഇട്ടിട്ടുണ്ട്. മൊത്തം വീഡിയോസ് അതിലുണ്ട്, അതിൽ കാണാം. ഓക്കെ, എന്ത് കാര്യത്തിനും നിങ്ങൾ വോയിസ് ആയിട്ടോ ടെക്സ്റ്റ് ആയിട്ടോ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതിൽ ചോദിക്കാൻ ഗ്രൂപ്പ് അതിനാണ്. എക്സാമിൻ്റെ കാര്യത്തിനാണ് നമ്മൾ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ കാര്യത്തിൽ നിങ്ങളത് ഉപയോഗപ്പെടുത്തുക, നല്ല രീതിയിൽ പഠിക്കുക. ഒരു ദിവസത്തെ സമയം തന്നെ ഇഷ്ടം പോലെയാണ്. നമ്മൾ എത്രത്തോളം നമ്മൾ പഠിച്ചാൽ നിങ്ങൾ നാളെ എക്സാം കഴിഞ്ഞൊരു കോൺഫിഡൻസോട് കൂടി നാളെ ഉച്ചയ്ക്ക് ശേഷം വരണം. സോഷ്യോളജി എഴുതിയ പോലെ തന്നെ
ഹിസ്റ്ററിയും എഴുതാൻ പറ്റി. അതുപോലെ നമുക്ക് പൊളിറ്റിക്കൽ സയൻസും എക്കണോമിക്സും കൂടി എഴുതണം. അപ്പൊ നല്ലൊരു മാർക്കോട് കൂടിയിട്ട് നമ്മൾ പാസ്സാകണം. അപ്പൊ ഈ കിട്ടുന്ന സമയം നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. ഓക്കെ, എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞിട്ട് എൻഡ് ചെയ്യാം. എന്തെങ്കിലും ഉണ്ടോ? PDF ഫോട്ടോ നല്ല ക്ലിയർ ഉണ്ടോ? ഞാൻ PDF ആക്കിക്കോളാം. നല്ല ഫോട്ടോ പേഴ്സണലി അയക്കുക. നല്ല ഫോട്ടോ ഞാൻ നോക്കട്ടെ എന്തെങ്കിലും. അല്ലെങ്കിൽ നമുക്ക് റെഗുലർ വിദ്യാർത്ഥി രണ്ടും സെയിം തന്നെയാണ്. ക്വസ്റ്റ്യൻസ് ഒക്കെ ഏകദേശം സെയിം ആണ്. അല്ലെങ്കിൽ നമുക്ക് റെഗുലർ വിദ്യാർത്ഥിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഇടാം. ഓക്കെ, അതിന് ഞാൻ സമയം പറയേണ്ടത് ആ സമയത്ത്. ഒന്നിലും വൈകിട്ടാവും. എനിക്ക് തൃശ്ശൂരാണ്, ഒരു 2 മണിക്ക് ഒരു ക്ലാസ് ഉണ്ട്. അപ്പം ഞാൻ മലപ്പുറത്തുനിന്ന് തൃശ്ശൂർ പോകണം. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് അത് കഴിഞ്ഞിട്ട് ഒരു 4 മണിക്ക് ശേഷം എന്തായാലും ഞാൻ ഫ്രീ ആവും. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു. Thank you, sir.